പ്രിയപ്പെട്ടവരെ, ഇന്ന് ജനുവരി മാസം 10-ാം തീയതി. എന്താണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയെന്ന് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും കൃത്യമായി അറിയാം. വലിയൊരു വാഗ്ദാനത്തിൻ്റെ ദിവസമാണ്. എങ്കിലും ഒരു ചോദ്യത്തോടു കൂടി വീഡിയോയിലേക്ക് കിടക്കാം. ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്താണ്? വാസയോഗ്യമുള്ള, സുരക്ഷിതമായ, അടച്ചുറപ്പുള്ള ഒരു ഭവനം എന്നുള്ളത് തന്നെയായിരിക്കാം. 1957 മുതൽ 2025 വരെയുള്ള കാലഘട്ടം എടുത്ത് പരിശോധിക്കുമ്പോൾ ഭവന നിർമ്മാണ പദ്ധതികൾ ധാരാളമായി ഉണ്ടായിരുന്നുവെങ്കിൽ പോലും പൂർണ്ണമായും അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും വീട് നൽകുന്ന ഒരു പദ്ധതി എന്താണ് എന്ന് ചോദിച്ചാൽ അത് കൃത്യമായ ഒരു ഉത്തരമേ ഉള്ളൂ: ലൈഫ് മിഷൻ പദ്ധതി എന്നാണ്. EMS ഭവന പദ്ധതി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലക്ഷം വീട് പദ്ധതി ആയിക്കോട്ടെ, IAY ആയിക്കോട്ടെ, ഇപ്പം നടക്കുന്ന PMAY ആയിക്കോട്ടെ, ഏറ്റവും മികച്ച പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ അത് ലൈഫ് മിഷൻ എന്നാണ് ഉത്തരം പറയേണ്ടത്. 7 ലക്ഷത്തിലധികം ആളുകൾ അപേക്ഷ വയ്ക്കുമ്പോൾ 5 ലക്ഷം ആളുകളുടെ വീടിൻ്റെ പണി പൂർത്തീകരിക്കുകയും എഗ്രിമെൻ്റ് വയ്ക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാലഘട്ടമാണിത്. 2016 ഒരു മിഷൻ രൂപീകരിച്ച് അത് പൂർത്തീകരിക്കുക എന്നുള്ള ഇച്ഛാശക്തിയോടുകൂടിയുള്ള ഇടപെടലിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് 5 ലക്ഷം ആളുകൾക്ക് വീട് നൽകാൻ നമുക്ക് സാധിച്ചത്. 7 ലക്ഷത്തിലധികം ആളുകൾ അപേക്ഷ വെച്ച പദ്ധതി അത് പൂർത്തീകരണത്തിലെത്തുകയാണ്. 2026 മാർച്ച് എത്തുമ്പോഴേക്കും അപേക്ഷ വെച്ച മുഴുവൻ അർഹരായ ആളുകൾക്കും വീട് നൽകാനായിട്ട് സാധിക്കുന്ന തരത്തിൽ അതിൻ്റെ ഉത്തരവ് നൽകിക്കൊണ്ടാണ് ഇപ്പോൾ സർക്കാർ നിൽക്കുന്നത്. അതായത് 2026 മാർച്ചോടുകൂടി പൂർണ്ണമായും വീട് നൽകാൻ അപേക്ഷ വെച്ച മുഴുവൻ ആളുകൾക്കും, അർഹരായ മുഴുവൻ ആളുകൾക്കും വീട് നൽകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. എങ്കിലും ഒരു ചോദ്യം: ഇനിയും അർഹരായ ആളുകളില്ലേ? ഉണ്ട് എന്ന് തന്നെയാണ് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം. അത് ഇനിയും വാസയോഗ്യമായ ആളുകൾക്ക് വാസയോഗ്യമായ വീട് നൽകണം എന്നുള്ളത് തന്നെയാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. അതിനൊരു തുടർച്ച ഉണ്ടാകേണ്ടതല്ലേ?